നായകൻ അജിങ്ക്യ രഹാനെയിൽ തന്നെ ടീം ഇത്തവണ വലിയ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ മോശം ഫോം മറികടക്കാൻ രഹാനെയ്ക്ക് സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ 25.2 കോടി രൂപയ്ക്ക് ടീമിലെത്തിയ കാമറൂൺ ഗ്രീനാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഓൾറൗണ്ട് മികവിലൂടെ ടീമിനെ പുതിയൊരു ഊർജം നൽകാൻ ഗ്രീനിന് സാധിക്കുമോ എന്നാണ് വിലയിരുത്തൽ. ടീമിന്റെ മധ്യനിരയിലെ പ്രധാന ആയുധം വെറ്ററൻ താരം മനീഷ് പാണ്ഡെ. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള മനീഷിന്റെ കഴിവ് കഴിഞ്ഞ സീസണിൽ പതറിയ KKR മധ്യനിരയ്ക്ക് വലിയ ആശ്വാസമാകും. യുവതാരങ്ങൾക്കൊപ്പം മനീഷ് പാണ്ഡെയുടെ പരിചയ സമ്പത്തും ചേരുമ്പോൾ ഒരു മികച്ച കോമ്പിനേഷൻ ഒരുക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചേക്കാം. ന്യൂസിലൻഡിന്റെ വെടിക്കെട്ട് താരം ഫിൻ അലൻ ടീമിലെത്തിയത് KKRന്റെ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുന്നു. സുനിൽ നരേൻ അലൻ സഖ്യം നൽകുന്ന തുടക്കം ടീമിന് നിർണായകമാകും. മധ്യനിരയിൽ വൈസ് ക്യാപ്റ്റൻ റിങ്കു സിംഗും രമൺദീപ് സിംഗും ഫിനിഷിംഗ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. യുവതാരം അംഗ്രീഷ് രഘുവംശിയും റഹ്മാനുള്ള ഗുർബാസിന് പകരമെത്തുന്ന ടിം സിഫോർട്ടും ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തുകൂട്ടും. പേസ് ബോളിംഗ് വിഭാഗത്തിലെ പരിക്ക് KKRനെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇത്തവണ ടീമിലെത്തിയ ലങ്കൻ പേസൻ മദീഷ പതിരാണ സീസണിന്റെ തുടക്കത്തിൽ കളിച്ചേക്കില്ല. പകരം സിംബാബ്വെ താരം ബ്ലെസ്സിംഗ് മുസ്രബാനിയായിരിക്കും പേസ് നിര നയിക്കുക. വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ചേരുന്ന സ്പിൻ സഖ്യം തന്നെയാണ് ഇത്തവണയും കൊൽക്കത്തയുടെ പ്രധാന ആയുധം. ഷെഡ്യൂൾ പരിശോധിച്ചാൽ KKRനെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ തുടർച്ചയായ മത്സരങ്ങൾ ലഭിക്കുന്നത് വലിയൊരു അനുകൂല ഘടകമാണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നത് നൽകുന്ന ആത്മവിശ്വാസം വലിയ വിജയങ്ങൾ സമ്മാനിച്ചേക്കാം. ആദ്യ മത്സരങ്ങളിലെ പ്രകടനം ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകളെ കാര്യമായി ബാധിക്കും. പരിക്കുകൾ വലിക്കുന്ന ബോളിംഗ് നിരയെയും വലിയ വിലയ്ക്ക് വന്ന ഗ്രീനിനെയും കൃത്യമായി ഉപയോഗിക്കാൻ രഹാനെയ്ക്ക് സാധിച്ചാൽ KKRനെ പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഈഡൻ ഗാർഡൻസിലെ കാണികളുടെ ആവേശം കൊൽക്കത്തയെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കുമോ? ആവേശ പോരാട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.